ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നല്ല ഭംഗിയുള്ളൊരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് 13 ഇഞ്ചാണ്, വിഡ്ത്ത് 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്കിന് വിഡ്ത്ത് കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. താഴെയും 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് കൊടുക്കുന്നത്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലൈൻ ചേർത്ത് വരച്ച് ഒരു ബോക്സ് ആക്കി എടുക്കാം. ഇനി ഈ ബോക്സിനുള്ളിൽ നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലൊരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ട് പോലെ വന്നിട്ട് ഇത് താഴോട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് വരച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഈ നെക്ക് തന്നെ കുറച്ചുകൂടി കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഞാൻ ഇതുപോലാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് സൈസ് കുറച്ചുകൂടി ചെറുതായിട്ടുള്ളവർ 5 ഇഞ്ചോ 5.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലെല്ലാം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ചേർത്ത് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം വരച്ച മാർക്കിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെ വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുരിദാറിൻ്റെ പാൻറ്റ് പീസിൽ ഇതൊന്ന് വെച്ച് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഇതാവശ്യമാണ്, കളയണ്ട. അപ്പോൾ ഇപ്പോൾ പാൻറ്റിൻ്റെ പീസിൽ അയൺ ചെയ്ത് സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ചുറ്റിലും 1 ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ പീസിനേക്കാളും 1/4 ഇഞ്ച് മെഷർമെൻറ്റ് കൂട്ടി വേണം അടുത്ത പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 1/4 ഇഞ്ച് കൂട്ടി അടുത്ത പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ക്രോസ് പീസ് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ക്രോസ് പീസ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ടെടുക്കണം. ഡോറി സ്റ്റിച്ച് ചെയ്യാനാണ് ഇത്. ഇപ്പോൾ ഡോറി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഈ പീസ് എടുക്കാം. ഇതിൻ്റെ ലെങ്തിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ മെഷർമെൻറ്റിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ലെങ്ത് കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കുറഞ്ഞു പോയാൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രോസ് ചെയ്താണിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ സൈഡിൽ ഇതുപോലെയും വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ 2 ലൈനിൻ്റെയും സെൻറ്ററിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇപ്പുറത്തെ സൈഡിലും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ മാർക്ക് ചെയ്ത 1 ഇഞ്ചിലാണ് ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാനുള്ളത്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഇതെവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പീസ് ഇതിലേക്ക് വയ്ക്കുമ്പോൾ ആദ്യം വെച്ച പീസിനേക്കാളും 1 ഇഞ്ച് താഴ്ത്തി വേണം അടുത്ത പീസ് വെച്ച് കൊടുക്കാൻ. മൂന്നാമത്തെ പീസ് വയ്ക്കുമ്പോഴും രണ്ടാമത്തെ പീസിനേക്കാളും 1 ഇഞ്ച് താഴ്ത്തി വേണം അടുത്ത പീസ് വെച്ച് കൊടുക്കാൻ.
വെച്ച് കൊടുക്കുക. അടുത്ത പീസ് നമ്മൾ ഇപ്പുറ സൈഡിൽ നിന്നാണ് വെക്കുന്നത്. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അടുത്ത പീസും 1 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ 3 പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ പീസും തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം കറക്റ്റ് ഉണ്ടായിരിക്കണം. ഈ സെൻറ്റർ ഭാഗത്തുമൊക്കെ ഗ്യാപ്പ് വരുന്ന ഭാഗമെല്ലാം കറക്റ്റ് 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അത് കറക്റ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് നല്ല ഭംഗിയായിരിക്കുള്ളൂ. എല്ലാ പീസിനും ഒരേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സൈഡിൽ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ റോ എഡ്ജ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 2 പീസ് ജോയിൻ്റായി വരുന്ന ഓരോ ഭാഗത്തും നമുക്ക് ഓരോ മുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മുത്തെല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസാണ്. ഇത് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ആദ്യം മടക്കി അടിച്ചെടുക്കാം. അതിനുശേഷം ഇത് നല്ല പീസ്, ഇത് ഉൾവശമാണ് മെറ്റീരിയലിൻ്റെ. ഉൾവശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ക്യാൻവാസിൽ ചെയ്തെടുത്തിട്ടുള്ള നെക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുത്ത ശേഷം വെച്ച് കൊടുക്കാം. 3 പീസിൻ്റെയും സെൻറ്റർ നോച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ നോച്ച് 3ലും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഷോൾഡർ ഭാഗവും കറക്റ്റ് പിടിച്ച് പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പുറ സൈഡും കറക്റ്റാണ് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ലൈനിങ് പീസും നല്ല പീസുമൊക്കെ കറക്റ്റ് പിടിച്ച് വെച്ച ശേഷം ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സൂചി കൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കുത്തി ഇപ്പുറ സൈഡ് എടുത്ത് നോക്കുക. 3 പീസിൻ്റെ സെൻറ്റർ കറക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ കർവ് വരുന്ന ഭാഗവും പോയിൻ്റ് കോർണറിലെ പോയിൻ്റ് വരുന്ന ഭാഗമൊക്കെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പോയിൻ്റൊക്കെ കറക്റ്റ് സൂചി കുത്തി ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രമേ അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. 1/4 ഇഞ്ച് ഇട്ട ശേഷം ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ എല്ലാം സൈഡിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിനെ തിരിച്ചെടുക്കാം. അപ്പോൾ ഈ കോർണർ വരുന്ന ഭാഗത്ത് സൂചി കൊണ്ട് ഉള്ളിലേക്ക് കുത്തി ആ ഷേപ്പ് കറക്റ്റ് എടുക്കുക. അതിനുശേഷം ഇത് ഫ്രണ്ടിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുത്ത ശേഷം ഈ സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഇതുപോലെ ആ കറക്റ്റ് മാർക്ക് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിൽ എക്സ്ട്രാ വരുന്ന പീസിന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഈ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് മെഷർമെൻറ്റിൽ ചുളിവൊന്നും വരാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചേർത്തു. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കെട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കെട്ട് വയ്ക്കുന്നവർ അതിൽ വെച്ച് കെട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ കെട്ട് വയ്ക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതില്ലാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കെട്ടിട്ട് നിർത്തുക. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ പീസാണ്. അപ്പോൾ അതിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ എംബ്രോയ്ഡറി വർക്കിൽ ഉള്ളിൽ ഒരു ബട്ടൺ വെച്ച് കൊടുത്ത്
ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത ശേഷം ഈ ബട്ടൺ ഈ ഭാഗത്ത് വെച്ച് ഹാൻഡ് നീഡിലുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇത് ബാക്കി ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ചുരിദാർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടർന്ന് നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും.